വസ്ത്രം അലങ്കാരത്തിനും നഗ്നത മറയ്ക്കാനുമുള്ളതാണ്. വസ്ത്രധാരണത്തിൽ അമിതവും അഹങ്കാരവും പാടില്ല. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ 7:31 അല്ലാഹു പറയുന്നു, ആദസന്തതികളെ എല്ലാ ആരാധനയിലത്തെങ്കിലും എല്ലാ ആരാധന വേളകളിലും നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും. അതിൻ്റെ പ്രത്യേക കാരണം പരിശുദ്ധ കഅബയ്ക്ക് ചുറ്റും അന്നത്തെ അറബി പുരുഷന്മാരും സ്ത്രീകളും നഗ്നരായി പ്രദക്ഷിണം വെച്ചിരുന്നു. തൻ്റെ ജനതയുടെയും കാലത്തിൻ്റെയും സമ്പ്രദായത്തിലുള്ളതും തൻ്റെ കഴിവിനും സാമ്പത്തിക നിലവാരത്തിനും അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകനോ സ്വഹാബികളോ പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ വസ്ത്രത്തിന് ഒരു പ്രത്യേക രൂപം നിർദ്ദേശിച്ചതായിട്ട് ഒരു തെളിവും ഒരിടത്തുമില്ല എന്നതാണ് ഉള്ള സത്യം. വെളുപ്പും കറുപ്പും തുണികൾ തുന്നിച്ചേർത്ത് ഒരാൾ ധരിക്കുന്ന കണ്ടിട്ട് ഇമാം അഹമ്മദ് അയാളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ വസ്ത്രം ഉപേക്ഷിക്കുക. നിന്റെ നാട്ടുകാർ ധരിക്കുന്ന വസ്ത്രം നീ ധരിക്കുക. അത് നിഷിദ്ധമൊന്നുമല്ല. നീ മക്കക്കാരനോ മദീനക്കാരനോ ആയിരുന്നെങ്കിൽ ഞാൻ നിന്നോടിത് പറയില്ലായിരുന്നു.